വിശുദ്ധ ജാനൂരിയസിൻ്റെ തിരുശേഷിപ്പായ രക്തക്കട്ട ദ്രാവക രൂപത്തിലായി മാറി. പതിവ് പോലെ ഈ വർഷവും അത് സംഭവിച്ചു. നേപ്പിൾസിൽ സ്വർഗാരോപിത മാതാവിൻ്റെ കത്തീഡ്രലിൽ സൂക്ഷിച്ചിരുന്ന തിരുശേഷിപ്പായ രക്തക്കട്ട ദ്രാവക രൂപത്തിലായി മാറുകയായിരുന്നു. വിശുദ്ധൻ്റെ തിരുനാൾ ദിവസമായ സെപ്റ്റംബർ 19 രക്തക്കട്ട ദ്രാവകമായി മാറുന്ന അത്ഭുതകരമായ സംഭവത്തിന് വർഷങ്ങളായി ഈ ദേവാലയം സാക്ഷ്യം വഹിക്കുകയാണ്. തിരുശേഷിപ്പ് പൂർണ്ണമായും ദ്രാവകാവസ്ഥയിൽ കണ്ടെത്തിയതായി പ്രഖ്യാപിക്കുന്നതിൽ തങ്ങൾക്ക് സന്തോഷമുണ്ട്. നേപ്പിൾസ് കത്തീഡ്രലിൻ്റെ ട്രഷറി ചാപ്പലിൻ്റെ സുപ്പീരിയർ ഗ്രിഗോറിയോ പറഞ്ഞു. നേപ്പിൾസ് ആർച്ച് ബിഷപ്പ് കർദിനാൾ ഡൊമിനിക്കോ ബെറ്റാഗ്ലിയ അർപ്പിച്ച വിശുദ്ധ കുർബാനയെ തുടർന്ന് തിരുനാളിൽ സന്നിഹിതരായ എല്ലാവർക്കും മുന്നിൽ വിശുദ്ധൻ്റെ രക്തമടങ്ങിയ തിരുശേഷിപ്പ് പ്രദർശിപ്പിച്ചു. വിശുദ്ധ ജാനൂരിയസ് നേപ്പിൾസിൻ്റെ സംരക്ഷകനാണ്. 3-ാം നൂറ്റാണ്ടിൽ നേപ്പിൾസ് നഗരത്തിലെ ബിഷപ്പായിരുന്ന അദ്ദേഹം ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ മതപീഡനകാലത്ത് രക്തസാക്ഷിയായി മാറുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ തിരുനാൾ ദിവസം പല പ്രാവശ്യം ഇപ്രകാരം അത്ഭുതകരമായി രക്തം ദ്രാവക രൂപത്തിൽ കാണപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന് സാർവത്രിക സഭയുടെ അംഗീകാരം ലഭിച്ചിട്ടില്ലെങ്കിലും അനേകരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാൻ ഇത് കാരണമായിട്ടുണ്ട്. വർഷത്തിൽ 3 പ്രാവശ്യമാണ് വിശുദ്ധൻ്റെ രക്തം ദ്രാവക രൂപത്തിലാകുന്നത് എന്ന് പറയപ്പെടുന്നു. തിരുനാൾ ദിനത്തിലും മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള ശനിയാഴ്ചയും.